അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മ്യൂസിക്കിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന LED ലൈറ്റ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ മ്യൂസിക്കിനനുസരിച്ച് ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് മ്യൂസിക്കിനനുസരിച്ച് മ്യൂസിക് പ്ലേ ആയിരുന്ന അതേ ആ രീതിയിലാണ് നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലുള്ള അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 സാധനം നമുക്ക് ആവശ്യമുണ്ട്. അതിലൊന്നാണ് നമ്മളെ കണ്ടൻസർ മൈക്ക് ഉണ്ടല്ലേ, ഇതാണ് നമ്മളെ കണ്ടൻസർ മൈക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 82K റെസിസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഇതാണ് ആ സാധനം. നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ഈ സാധനമൊക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് IRFZ44 എന്ന് പറയുന്ന ഒരു മസ്ഫെറ്റ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് സാധനം. ഇതും ഇലക്ട്രോണിക് ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പരിപാടി നമുക്ക് സോൾഡറിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ മസ്ഫെറ്റ് എടുക്കുക. അതിനുശേഷം ഇതാണ് നമ്മൾ മൈക്ക്. മൈക്കിൻ്റെ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും കൊടുക്കുക. അല്ലേ, ഈ രണ്ടറ്റത്ത് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം എനിക്ക് സോൾഡർ ചെയ്യുന്നത്. അല്ലേ, ഇതേപോലെ സോൾഡർ ചെയ്തെടുക്കുക കണ്ടില്ലേ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത് റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ എടുത്തിട്ട് ഇവിടെ പോസിറ്റീവിൻ്റെ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെസിസ്റ്ററിന് ഇടുന്ന ഒരു വയർ ഇങ്ങോട്ട് റെഡ് വയറും കൊണ്ട് എടുക്കുക. അതായത് ഇതേപോലെ സോൾഡർ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ. അപ്പോൾ അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ ഒരു ബ്ലാക്ക് വയർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മൈക്കിൻ്റെ ബ്ലാക്ക് വയർ കൊടുത്ത് ഈ അറ്റം കണ്ടില്ലേ, ഈ ഒരു അറ്റത്തേക്ക് കൊടുക്കുക. അപ്പോൾ അടുത്തത് എങ്ങനെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെയാണ് സെൻറ്ററിലൊരു ബ്ലാക്ക് വയറും അതുപോലെ തന്നെ ഇവിടെ ഒരു റെഡ് വയറും കണക്ഷൻ കൊടുക്കണം. ജസ്റ്റ് കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജസ്റ്റ് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ ഒരു LED സ്ട്രിപ്പാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ LED സ്ട്രിപ്പ്. ഇത് ഗോൾഡ് കളറാണ്. നിങ്ങൾക്ക് വേണം കളർ ബൾബൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവാണ്. അത് നമ്മൾ ഈ ഉണ്ടാക്കിയ സപ്ലൈ ഇതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. 12 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. അത് ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ശ്രദ്ധിക്കണം. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഇവിടെ കറക്റ്റ് കൊള്ളുന്നില്ല, അതുകൊണ്ടാണ്. വർക്ക് ചെയ്യുന്നുണ്ടാ. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് മ്യൂസിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യും. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മൈക്ക്. നമ്മൾ LED സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, ഇത് നമ്മുടെ പാട്ടിനനുസരിച്ചിട്ട് ഇതുപോലെ വർക്ക് ചെയ്യും. അത് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പാട്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ വെള്ള ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേമാതിരി ഇതുവഴി പോയി ഇവിടെയും ഒരു വെള്ള ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് ആണ്, ഞാൻ നേരത്തെ കാണിച്ച സ്ട്രിപ്പ് ലൈറ്റ് ആണ്. ഇതുവഴിയാണ് ഈ സ്ട്രിപ്പ് ലൈറ്റ് പോകുന്നത്. ഇതൊക്കെ വാളിലാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അത് ഇതുവഴി പോവും. ഇവിടെയും ഒരു വെള്ള കളറ് LED ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് LED ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ഒരു കാരണവശാലും ഇതുപോലെ കണക്ഷൻ കൊടുക്കരുത്. കാരണം ഇത് ഇലക്ട്രിക് വയറിൻ്റെ ഉള്ളിൽ വരുന്ന ആ ചെമ്പിൻ്റെ വയറാണ്. ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നീട് ഞാനിത് മാറ്റി സാധാരണ വയർ തന്നെ കൊടുക്കും. ഇതേപോലത്തെ വയർ കണ്ടില്ലേ, ഇതേപോലത്തെ വയർ തന്നെ ഉപയോഗിക്കാം.
അപ്പോൾ ഇതൊരിക്കലും ഉപയോഗിക്കരുത്, ഷോർട്ടാവും, ഉറപ്പാണ്. 12 വോൾട്ട് എന്തായാലും ഷോർട്ടാവും, ചിലപ്പോൾ കത്തിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇതിൻ്റെ ഇടയിലെ കൂടിയാണ്, ഈ ക്ലോക്കിൻ്റെ ഈ സൈഡിലെ കൂടി വരും. അതും ഇതേ വയർ തന്നെയാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊരിക്കലും ഉപയോഗിക്കരുത്. ഇത് കഴിയുമ്പോൾ ഞാൻ ഈ വയറൊക്കെ ഇതിന്ന് മാറ്റി സാധാരണ വയർ കൊടുക്കും. അത് ഇതേമാതിരി വരും. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, കണ്ടില്ലേ. പിന്നെ ഇവിടെ നമ്മളെ ഹോം തിയേറ്റർ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഹോം തിയേറ്ററിൻ്റെ താഴെ നമ്മളെ സബിൻ്റെ എയർ ഹോൾ വരുന്ന ആ ഭാഗത്താണ് ഇതിൻ്റെ മൈക്കുള്ളത്. താഴെ ട്രാൻസിസ്റ്റർ ഉണ്ട്, പിന്നെ ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഔട്ട്പുട്ട് പോകുന്നതും പിന്നെ ഇൻപുട്ടും കൊണ്ട് 12 വോൾട്ട് വരുന്നതൊക്കെ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഇതിൻ്റെ പാട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മ്യൂസിക് ലൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സംഭവമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും സംഭവം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ LED സ്ട്രിപ്പ് കളർ ബൾബ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി തോന്നിക്കും. പിന്നെ ഇതിൻ്റെ നൈറ്റ് വ്യൂ നിങ്ങൾ കണ്ടു കാണും, നല്ല അടിപൊളി സംഭവമായിരുന്നു നൈറ്റ് വ്യൂ. അപ്പോൾ ഈ സംഭവം DJ പാട്ടിന് നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇതിലിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ DJ പാട്ട് ഇടായിരുന്നത്. ഈ പാട്ടിനൊക്കെ നല്ല ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി DJ പാട്ടിനൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ കളർ ബൾബ് വേണമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.